പാലക്കാട് ഡിസ്ട്രിക്ട് ആലത്തൂർ ആറാപ്പുഴ. അത് ആലത്തൂർ ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ ആറാപ്പുഴ എന്ന് പറയും. അവിടെ അവിടുത്തെ ഒരു നേഴ്സറിയാണ് നമ്മൾക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു മാംഗോസ്റ്റീൻ കുറച്ച് പൂത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പൂത്തതൊക്കെ കുറേ ആൾക്ക് എടുത്തിട്ട് പോയി, എന്നാലും കുറേ പൂത്തത് ഇനിയും കാണും. പൂത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതൊന്ന് എടുക്കാൻ വെച്ചിട്ടാണ്. ഇത് മാംഗോസ്റ്റീൻ നമുക്ക് പൂക്കൾ വന്ന് കായ്ക്ക് മാറിക്കൊണ്ടിരിക്കുക. പൂക്കൾ വരണുള്ളൂ, വിരിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് പൂക്കൾ കായ്ക്ക് ഇനി പൂക്കൾ ഈ മാസം അടുത്ത മാസം വരെ മാംഗോസ്റ്റീൻ പൂക്കും. ഈ ബാഗിൽ വെച്ചതൊക്കെ അടുത്ത മാസം ഇതുണ്ടോ, ഇതൊക്കെ മുട്ട് വരണുള്ളൂ. അതാ മുട്ട് വരുന്നു. മുട്ടൊക്കെ വരണുള്ളൂ മാംഗോസ്റ്റീൻ. ഇതൊക്കെ മാംഗോസ്റ്റീൻ തന്നെയാണ്. അപ്പോൾ ഒരു 8 വർഷം 9 വർഷം 10 വർഷം അങ്ങനെ പല ടൈപ്പിൻ്റെ ഉണ്ട്. 9 വർഷം 10 വർഷമൊക്കെ ഉള്ളതിൻ്റെയൊക്കെ പല രീതിയിലുള്ളതുണ്ട്. മാംഗോസ്റ്റീനൊക്കെ ഞാനിതിന് മുമ്പുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റുള്ളതും ഹൈറ്റില്ലാത്ത മാംഗോസ്റ്റീനും ഉണ്ട്. 2 തരം മാംഗോസ്റ്റീനുണ്ട് ഇവിടെ. പൂക്കൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ചിലത് കായ്ക്ക് മാറുന്നു. മുട്ട് പൂക്കൾ കായ്ക്ക് മാറിയത്. ഇതാ മുട്ട്. കായ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ മാംഗോസ്റ്റീൻ. നമ്മൾക്ക് ഇപ്പോൾ പൂത്തുകൊണ്ടിരിക്കണുള്ളൂ മാംഗോസ്റ്റീൻ. ഇനി ബനാന മാംഗോ നമ്മൾക്ക് കാച്ചത് കുറച്ച് ഉണ്ട്. അതൊന്ന് നോക്കാം എനിക്ക്. നിറയെ കായ് പിടിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ചൊക്കെ കൊഴിഞ്ഞു പോയി. എന്താണെന്നറിയില്ല. പക്ഷേ ഈ ഫസ്റ്റിലെ കായൊന്നും എല്ലാം പിടിക്കില്ല, കുറേയൊക്കെ കൊഴിഞ്ഞു പോകും. എന്നിട്ട് ബാക്കിയുള്ളത് കിട്ടുള്ളൂ. ഇതൊക്കെ മാവിൻ്റെ പല വെറൈറ്റികൾ. ഇതൊക്കെ ബനാന മാംഗോ തന്നെയാണ് കിടക്കുന്നത്. ബനാന മാംഗോൻ്റെ പ്ലാന്റുകൾ ഇതെല്ലാം കിടക്കുക. ഇതിൻ്റെ ഉള്ളിൽ കിടക്കണതൊക്കെ ഇതിൻ്റെ വലിപ്പം കണ്ടില്ല. നല്ല ഹൈറ്റല്ല, കടവണ്ണം പ്രായം ഹൈറ്റ്. അപ്പോൾ അതിനനുസരിച്ച് വരും. കുറേ കട്ട് ചെയ്ത് നിർത്തിയത് കൊണ്ട് ചിലവർക്ക് ഈ തണലും വേണം, ഉമ്മറത്ത് വയ്ക്കാൻ തണലും വേണം, ഹൈറ്റും വേണം പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഉണ്ട്. അങ്ങനെയുള്ള കാര്യം അതും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡ്രമ്മിൽ വയ്ക്കാനുള്ളത് കട്ട് ചെയ്ത് പാവാക്കി നിർത്തിയിട്ടുമുണ്ട്. 2 തരത്തിലുണ്ട്. ഇത് നമുക്കൊരു സീമോങ് പറഞ്ഞൊരു വെറൈറ്റി. സീമോങ് മാങ്ങ കളർക്ക് മാറും. ഇത് പിന്താണ്. ഇപ്പോൾ ഇട്ടിട്ട് ഒരു മാസം ആകണുള്ളൂ. അപ്പോൾ ഇനി ഇത് പഴുക്കുമ്പോഴാണ് ശരിക്കും ഫുള്ള് കളർ വരിക. പഴുക്കുമ്പോഴാണ് വരിക. ഇപ്പോൾ ചെറിയ ഇത് 1 മാസമല്ലേ ആയിട്ടുള്ളൂ. ഇനി 2-3 മാസം മൂപ്പുണ്ട് ഇത്. ഇനി ഇതൊക്കെ സ്ഥലത്തൊക്കെ കളറിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അത് വെയിലടി കിട്ടുന്ന സ്ഥലത്ത് മാത്രമേ കളറിലേക്ക് വന്നിട്ടുള്ളൂ. ഇനി വെയിലടി കിട്ടാത്തത് നമ്മൾക്ക് വെയിലടി കിട്ടാത്തവിടെയൊക്കെ വെയിലടി കിട്ടാത്തവിടത്തൊക്കെ നമുക്ക്
പഴുക്കുമ്പോഴേ കളറ് വരുള്ളൂ. മൂക്കുമ്പോൾ നന്നായി മൂത്ത് കഴിഞ്ഞാൽ കളറ് വരും. ഇതെല്ലാം സീമോങ്ങിൻ്റെ വെറൈറ്റി. അതൊക്കെ ഇത്തിരി വെയിലടി കിട്ടുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ ചെറുപ്പത്തിൽ തന്നെ കളറൊക്കെ മാറുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലും കിടക്കുന്നുണ്ട് മാങ്ങകളൊക്കെ. ഇതിൻ്റെ ഉള്ളിലും കിടക്കുന്നുണ്ട്. ഇതൊന്നും വെയിലടി കിട്ടാണ്ട് കിടക്കുന്നതാണ്. അപ്പോൾ വെയിലടി കിട്ടുന്നതോടെ ചെറിയൊരു വര പോലെ കളറ്. പഴുക്കുമ്പോൾ ഫുൾ കളറില്ലേ വരും. പഴുക്കുമ്പോൾ അതിന് ഇനി സമയമെടുക്കും. ഇതും ബനാന മാംഗോ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ പല ടൈപ്പ് മാവുകളുണ്ട്. മാവുകൾ ഞാൻ എപ്പോഴും പറയണതാണ്, ഒരുപാട് വെറൈറ്റി മാവുകളുണ്ടെന്ന്. ഇതൊക്കെ നാൻഡോക്കുമായി പിന്തിട്ടിട്ടുള്ളൂ. ഇട്ടിട്ട് ഒരു 10-20-25 ദിവസമായിട്ടുണ്ട്. ഇത് നിറയെ അവിടെ തോട്ടത്തിൽ മിക്കവാറും പ്ലാന്റുകൾ കാച്ചു കിടക്കുന്നുണ്ട്. അവിടെയാണ് നാൻഡോക്കുമൈൻ്റെ പ്ലാന്റുകൾ ഒരുപാടുള്ളത്. ഇവിടെയുണ്ട്, അവിടെയുണ്ട്. പക്ഷെ അവിടെ എല്ലാം സുമാറൊക്കെ കാച്ചു കിടക്കുന്നതാണ്. എല്ലാ ബാഗുകളും കാച്ചു കിടക്കുന്ന പ്ലാന്റുകളാണ് കൂടുതൽ കാച്ചു കിടക്കുന്നതാണ്. ഇതൊക്കെ മറ്റേ ഐവറി, ജൈൻ്റ് ഐവറി. ഐവറിൻ്റെ രണ്ട് മറ്റേ ഒരു പിങ്ക് കളറ് വരുന്നതുണ്ട്, ഗ്രീൻ കളറ് വരുന്നതുണ്ട്. ജൈൻ്റ് ഐവറി ഗ്രീനിലേ വരിക. ഇതൊക്കെ വൈറ്റ് ഞാവൽ ഇതല്ല. അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ വൈറ്റ് ഞാവലിനെയാണ്. അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതൊക്കെ വൈറ്റ് ഞാവലിനെയാണ്. ഇതെല്ലാം നിറയെ കായും പൂക്കളോടെയും കിടക്കുന്ന വൈറ്റ് ഞാവലിൽ. ഇതൊക്കെ ഒരു മീഡിയം സൈസ് പ്ലാന്റ്. ഇതൊക്കെ നാൻഡോക്കുമൈൻ്റെ ഇതിൽ സൂപ്പർ ക്യൂ ഉണ്ട്. ഇതൊക്കെ കടവണ്ണം കണ്ടില്ലതാ. വലിയ പ്ലാന്റുകളാണ്. ഒക്കെ ബനാന റെഡാണ് കേട്ടോ. ബനാന പിങ്ക്, റെഡല്ല. ബനാനയിൽ റെഡില്ല, പിങ്ക്. ഇന്നലെ കാലാപ്പടി കയറ്റി പോകുമ്പോൾ കൊഴിഞ്ഞു പോയതാ തോന്നുന്നു. കാലാപ്പടിയിലൊക്കെ മാംഗോ ഒക്കെ പിടിച്ച് മാംഗോ കണ്ടതെല്ലാം എടുത്തിട്ട് പോയ ആൾക്കാർ നിറയെ ഉണ്ടാവുന്നു. കാലാപ്പടി കാച്ചത് ഇങ്ങുണ്ട്, കാച്ചതുണ്ട്. അവിടെ നമ്മുടെ തോട്ടത്തിലാണ് കാച്ചത് കിടക്കുന്നത്. ഇവിടത്തെയൊക്കെ സുമാറ് കാച്ചതൊക്കെ എടുത്തിട്ട് പോയി. ഇതെല്ലാം വലിയ വലിയ മാവുകളാണ്. ഈ ബനാന ഗ്രീന്, ബനാന യെല്ലോ, അതിൻ്റെ തന്നെ
ഒരു പഴുപ്പ് കളറ്, അങ്ങനെ ബനാനിൻ്റെ എല്ലാ കളറും ഉണ്ട്. അതേപോലെ അല്ല, പഴുപ്പ് കളറല്ല, പിങ്ക്. അതിൻ്റെയൊക്കെ കടവണ്ണം കണ്ടില്ല. നല്ല നല്ല ചെടികളാണ്. നല്ല വലുപ്പമുണ്ട്. മാംഗോസ്റ്റ് അത് അവിടെ ഒരു സെക്ഷനാണ്, ഇതൊരു സെക്ഷനാണ് മാംഗോസ്റ്റിൻ്റെ. ഇതെല്ലാം പൂത്ത് വരണുള്ളൂ. അതൊക്കെ മാംഗോസ്റ്റിന് നടക്കുന്നത്. അതെല്ലാം മാംഗോസ്റ്റിന്, അതൊക്കെ മാംഗോസ്റ്റിന് നടക്കുന്നത്. ഇത് സവാറ നമ്മൾക്ക് കായ്കൾ കഴിഞ്ഞതാണ്. എന്നാലും ഞാൻ കായ് ഉണ്ടാകുമ്പോൾ ഒരു വീഡിയോ എടുത്ത് അത് ഇടാം. സവാർ ഇതൊക്കെ ഒരു 10-12 വർഷമായ പ്ലാന്റുകളാണ്. ഇതതിൻ്റെ വലിപ്പം കണ്ടില്ലേ? 10, 12, 13 വർഷമൊക്കെ ആയിട്ട് തോന്നും. ഇതെല്ലാം അതിൻ്റെ പ്ലാന്റുകൾ, സവാറിൻ്റെ പ്ലാന്റുകളാണ് അതൊക്കെ. ഇതൊക്കെ തന്നെ സവാർ തന്നെയാണ്. എല്ലാം കാച്ച പ്ലാന്റാണ്. കായ്ക്കാത്ത ഒറ്റ പ്ലാന്റ് സവാറിൻ്റെ ഇല്ല ഇവിടെ, എല്ലാം കാച്ചതാണ്. ഇതെല്ലാം ബ്ലാക്ക് സർപ്പോട്ടൊക്കെ വലിയ പ്ലാന്റുകളാണ്, ചെറുതല്ല. ഒരുപാട് 4-5 വർഷമൊക്കെ ആയ പ്ലാന്റുകളാണ്. ഇതുണ്ടോ? ഇതെല്ലാം മാവിൻ്റെ വെറൈറ്റികൾ തന്നെയാണ്. വലിയ മാവുകളാണ്. എല്ലാം കട്ട് ചെയ്ത് നിർത്തിയിട്ടും ഒരുപാട് പൊക്കം വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ വർഷങ്ങളായി, 4-5 വർഷമായ പ്ലാന്റുകളാണ്. ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതൊക്കെ അത് തന്നെയാണ്, വലിയ മാവുകൾ. ഞാനത് കടവണ്ണത്തിൻ്റെ അടുത്തേക്ക് പോകണില്ല. അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തന്നെ വീഡിയോ എടുക്കുക, ഞാൻ തന്നെ ഇടുകയാണ്. വേറെ ഒരാളിനെ വിളിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കടവണ്ണമൊക്കെ നമ്മളൊക്കെ അങ്ങോട്ട് പോയാലേ കാണുള്ളൂ. ഇതുണ്ട്, ഇതിൻ്റെ ഒരു സുമാറ് ഞാനൊരു ഇത് കാണിച്ചു തരാം. ഇതവിടെ വെച്ച് കട്ട് ചെയ്ത്, ആ സെൻറ്ററിൽ വെച്ച് കട്ട് ചെയ്തപ്പോൾ വീണ്ടും വെച്ച് വലുതായി മാവുകൾ. ഇതിൻ്റെ ഉള്ളിലൊക്കെ അതന്നെ അങ്ങോട്ടൊക്കെ ഉണ്ട്. അങ്ങോട്ടൊന്നും പോകണില്ല, ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി പോവാം. ഇത് വാരി വണ്ണ്. ഇതൊക്കെ സൂപ്പർക്യൂവിൻ്റെ പ്ലാന്റുകൾ. ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ കിടക്കണതെല്ലാം സൂപ്പർക്യൂവിൻ്റെ പ്ലാന്റുകളാണ്. ഒക്കെ ഒരു 3 വർഷം 4 വർഷമൊക്കെ ആയ പ്ലാന്റുകളാണ്. ഇതൊക്കെ ജംബോ റെഡ്. ഇതിൻ്റെ ഉള്ളിൽ കിടക്കണതൊക്കെ ജംബോ റെഡിൻ്റെ പ്ലാന്റുകളാണ്. ഇതൊക്കെ ജംബോ റെഡിൻ്റെ മാങ്ങ താഴത്ത് വീണ് കിടക്കണം. ഇതൊക്കെ നമുക്ക് രത്നഗിരി അൽഫോൻസ, അതിൻ്റെ പ്ലാന്റുകളാണ്. മാവിൻ്റെ നമുക്ക് ഗോലക്കുണ്ട്, പിന്നെ ബ്രൂട്ടി പ്രിൻസ്,
പിന്നെ അത് വിട്ട് യുവാൻ, പിന്നെ ഒരുപാട് വെറൈറ്റികൾ. പിന്നെയൊക്കെ ഞാൻ കുറേയൊക്കെ എല്ലാ മാവുകളും പറഞ്ഞതാണ്. ഞാനിപ്പോൾ ഇത് എല്ലാത്തിൻ്റെയും പേരൊന്നും പറയുന്നില്ല. എല്ലാം സുമാറുള്ള മാവുകളെല്ലാം ഉണ്ട്, എല്ലാ കളക്ഷനും ഉണ്ട്. ഇതിപ്പോൾ നമ്മൾക്ക് ഈ വീഡിയോ എടുക്കുമ്പോൾ ഇതിൻ്റെ തലപ്പുകളൊന്നും പൊക്കത്തിലൊന്നും കാണിച്ചു തരാൻ സാധിക്കില്ല. എന്ന് വെച്ചാൽ ഇത് എല്ലാം മൂടിക്കിടക്കുക. ഹൈറ്റും ഒരുവിധം പ്രായമായിട്ടുണ്ട്, അതുകൊണ്ടാണത്. ഇതോടെ നമുക്ക് ഈ വീഡിയോ നിർത്താം.